നമസ്കാരം. നവജാത ശിശുക്കളുള്ള അമ്മമാർക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഏറ്റവും പരിചയമായൊരു പേരാണ് ജോൺസൺ ആൻഡ് ജോൺസൺ. ജോൺസൺ ആൻഡ് ജോൺസന്റെ ടാൽക്കം പൗഡറുകളുണ്ട്, സോപ്പുകളുണ്ട്, കുട്ടികൾക്കായുള്ള നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലും ജോൺസൺ ആൻഡ് ജോൺസൺ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വളരെ പ്രധാനമായ വാർത്തയാണ് വരുന്നത്. ജോൺസൺ ആൻഡ് ജോൺസന്റെ ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് അണ്ഡാശയ ക്യാൻസറും മെസോതെലിയോമയും ബാധിച്ചെന്ന ആയിരക്കണക്കിന് പരാതികളിൽ കോടികളുടെ നഷ്ടപരിഹാരം നൽകാൻ സംബന്ധിച്ച് മെഡിക്കൽ ഭീമനായ ജോൺസൺ ആൻഡ് ജോൺസൺ അമേരിക്കയിലെ 10,000-കണക്കിന് കേസുകൾ അവസാനിപ്പിക്കാനായി $5.5 ശതകോടി, ഏകദേശം $4.14 ശതകോടി പൗണ്ട്, 52,500 കോടിയോളം ഇന്ത്യൻ രൂപ വരെ നൽകാനാണ് കമ്പനി ഇപ്പോൾ പുതിയ നിർദ്ദേശം തയ്യാറാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി US തുടരുന്ന സങ്കീർണമായ നിയമ പോരാട്ടങ്ങൾക്ക് വിരാമമിടാനാണ് ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള കമ്പനി ലക്ഷ്യമിടുന്നത്. ഏകദേശം 76,000 പരാതിക്കാരാണ് ഈ ഒത്തുതീർപ്പ് കരാറിന്റെ പരിധിയിൽ വരിക. കരാർ പ്രകാരം 2027-ൽ $3 ശതകോടി, ഏകദേശം 28,600 കോടി രൂപ, ബാക്കി തുക 2028-ൽ നൽകും. എന്നാൽ നഷ്ടപരിഹാര തുകയ്ക്ക് കൃത്യമായി ഉയർന്ന പരിധി നിശ്ചയിക്കാത്തതിനാൽ മൊത്തം തുക $7 ശതകോടി, അതായത് 66,800 കോടി രൂപ വരെ ഉയർന്നേക്കാം എന്നാണ് പരാതിക്കാർക്ക് വേണ്ടി ഹാജരാകുന്ന പ്രമുഖ അഭിഭാഷകൻ ക്രിസ് സീഗർ വ്യക്തമാക്കുന്നത്. കരാർ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരണമെങ്കിൽ US കോടതികളിലെ പരാതിക്കാരുടെ 95% അഭിഭാഷകരും ഈ നിർദ്ദേശം അംഗീകരിക്കേണ്ടതുണ്ട്. മുൻപ് ഉപകമ്പനികളെ ഉപയോഗിച്ച് ബാങ്ക്രപ്സി ഫയൽ ചെയ്ത് കേസുകളിൽ നിന്നും തലയൂരാൻ കമ്പനി നടത്തിയ 3 ശ്രമങ്ങളും കോടതി തള്ളിയിരുന്നു. അതേസമയം തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ആസ്ബറ്റോസിന്റെ അംശമില്ലെന്നും അവ ക്യാൻസറിന് കാരണമാകില്ലെന്നും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും കമ്പനി വ്യക്തമാക്കി. സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് തയ്യാറായെങ്കിലും ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് കമ്പനിയുടെ വാദം. തുടർന്ന് കേസ് നടത്തിയാലും കമ്പനിക്ക് വിജയിക്കാനാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ജീവൻ രക്ഷാ മരുന്നുകളിലും ഉപകരണങ്ങളിലുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കേസ് അവസാനിപ്പിക്കുന്നത് സഹായിക്കും എന്ന് കമ്പനിയുടെ ലിറ്റിഗേഷൻ വൈസ് പ്രസിഡന്റ് എറിക് ഹാസ് പ്രതികരിച്ചു. 2020-ൽ അമേരിക്കയിലും 2023-ൽ ആഗോളതലത്തിലും തങ്ങളുടെ ബേബി പൗഡറിലെ പ്രധാന ചേരുവയായ ടാൽക്കിന് പകരം കോൺസ്റ്റാർച്ച് അഥവാ ചോളപ്പൊടി കമ്പനി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ബ്രിട്ടനിലെ വിചാരണ 2020-ലാണ്. ഒത്തുതീർപ്പ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ തുടരുന്ന നിയമ നടപടികളെ ബാധിക്കില്ല. UK-ൽ 2028 ഫെബ്രുവരിയിലാണ് കേസിന്റെ പ്രധാന വിചാരണ ആരംഭിക്കുന്നത്. UK-ൽ 3,000-ലധികം ആളുകളാണ് ഹൈക്കോടതിയിൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 1965-നും 2023-നും ഇടയിൽ ബേബി പൗഡർ ഉപയോഗിച്ചത് വഴി അണ്ഡാശയ ക്യാൻസറോ മെസോതെലിയോമയോ ആസ്ബറ്റോസ് ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന അർബുദം പിടിപെട്ടു എന്നാണ് ബ്രിട്ടനിലെ പരാതിക്കാരുടെ വാദം. അമേരിക്കയ്ക്ക് പുറത്തുള്ള കേസിന്റെ ബാധ്യതകൾ നിലവിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കൺസ്യൂമർ ബിസിനസ് വിഭാഗമായ കെനവ്യൂ എന്ന കമ്പനിക്കാണ്. ബ്രിട്ടനിലെ നിയമ പോരാട്ടത്തിൽ പരാതിക്കാർക്ക് അനുകൂലമായ വിധി വന്നാൽ കമ്പനിക്ക് $1.33 ശതകോടി നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. UK-ലെ കേസിൽ തങ്ങൾ ശക്തമായി വാദിക്കുമെന്നും തങ്ങളുടെ ടാൽക്ക് ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും കെനവ്യൂ വക്താവ് വ്യക്തമാക്കി.